Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകരുടെ യോഗം പോത്തുകലിൽ ചേർന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ തഹസിൽദാറാണ് യോഗം വിളിച്ചു ചേർത്തത്. കർഷകർക്ക് നഷ്ടപ്പെട്ട ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദുരന്തത്തിൽപ്പെട്ട ഭൂമിയെ 3 തട്ടുകളായി തിരിച്ച് അവയിൽ 2 ഭാഗം കൃഷിക്ക് ഉപയോഗിക്കാമെന്ന് റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു. കവളപ്പാറ വനാതിർത്തി മുതൽ കവളപ്പാറ നഗർ റോഡ് വരെയുള്ള 30.23 ഏക്കർ പൂർണ്ണമായും കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റില്ലെന്ന് ജിയോളജിസ്റ്റുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു താഴെ കവളപ്പാറ നഗറിനും കവളപ്പാറ തോടിനുമിടയിലുള്ള 11.20 ഏക്കറും ഇതിനു താഴെയായി കവളപ്പാറ തോടിനും കവളപ്പാറ റോഡിനുമിടയ്ക്കുള്ള 13.78 ഏക്കർ ഭൂമിയും കൃഷിയോഗ്യമാക്കാൻ സാധിക്കും. ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് നേരത്തെ തയ്യാറാക്കിയ കൈവശക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായാണ് യോഗം വിളിച്ചു ചേർത്തത്. അൺസർവേയിൽപ്പെട്ട ഭൂമികളാണ് ഇവയെല്ലാം. അതിനാൽ അതിർത്തികൾ കൈവശക്കാരുടെ സാന്നിധ്യത്തിൽ തിരിച്ച ശേഷം ഭൂമി നിരപ്പാക്കി കൃത്യമായി അളന്ന് തിരിച്ച് കർഷകർക്ക് നൽകാനുമാണ് തീരുമാനം. നിലമ്പൂർ തഹസിൽദാർ PV സിന്ധു, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ, പോത്തുകൽ വില്ലേജ് ഓഫീസർ KP വിനോദ്, വാടകം M ദിലീപ്, പഞ്ചായത്ത് സെക്രട്ടറി, കൃഷി ഓഫീസർ റിൻഷില, കർഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, എടക്കര.